അച്ഛൻ എന്താ ആലോചിക്കുന്നത്? ചന്ദ്രശേഖരനോട് ഗായത്രി ചോദിച്ചു. അല്ല, നീ ഇപ്പോൾ പറഞ്ഞ ഈ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുവാണോ? അതെ അച്ഛ, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എൻ്റെ മോളുടെ കാര്യത്തിൽ ഒരു റിസ്ക് എടുക്കാൻ വയ്യ. ഒരിക്കൽ നഷ്ടപ്പെട്ടത് ഇനി ഒരിക്കൽ കൂടി ആവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ശരി, എന്നാൽ ഞാനൊരു കാര്യം തീരുമാനിച്ചു, ചന്ദ്രശേഖരൻ ഗായത്രിയോട് പറഞ്ഞു. എന്താ? നീ നിന്റെ മോളുടെ സുരക്ഷയ്ക്ക് വേണ്ടി അവളെ ഇവിടെ നിന്ന് മാറ്റാൻ തീരുമാനിച്ചില്ലേ? അതുപോലെ എൻ്റെ മോളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഞാനും തീരുമാനിച്ചു നിന്നെ ഇവിടെ നിന്ന് മാറ്റി നിർത്താൻ. എന്ത് മനസ്സിലായില്ല? അച്ഛനെന്താ പറയുന്നേ? നീയും അവരോടൊപ്പം ഇവിടെ നിന്ന് മാറണമെന്ന്. ഞാൻ ഇവിടെ നിന്ന് എങ്ങോട്ടും പോകുന്നില്ല, ഗായത്രി ചന്ദ്രശേഖരനോട് പറഞ്ഞു. ഞാൻ ഇവിടെ തന്നെ വേണം. എന്തിന്? ഇവിടെ ഇനി നിൽക്കേണ്ട ചില ആവശ്യങ്ങളൊക്കെ ഉണ്ട്. നീ ഇവിടെ നിൽക്കണ്ട എന്നതാണ് എൻ്റെ തീരുമാനം. ഇവിടെ നീ നിൽക്കും തോറും എൻ്റെ മോളെയാണ് എനിക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ശിവമോള് വന്നതിന് ശേഷം നീ ആ പഴയ ഗായത്രിയായി മാറിയത്. നീ മോളെ ഇവിടെ നിന്ന് മാറ്റിയാൽ നിന്റെ അവസ്ഥ പഴയതിലും കഷ്ടത്തിലാവും. നിനക്ക് മോളെ കാണാതിരിക്കാനാവില്ല. ഗായത്രി, ഞാൻ പറയണൊന്ന് കേൾക്ക്. നീയും അവരോടൊപ്പം ഇവിടെ നിന്ന് ചെല്ല്. നീ ഇവിടെ നിൽക്കുന്തോറും നിന്റെ ജീവനും ആപത്താണ്. ആ ദുഷ്ടൻ എന്ത് ചെയ്യാനും മടിക്കില്ല. എനിക്ക് ഇനിയും വയ്യ വിഷമങ്ങൾ സഹിക്കാൻ ഈ വയസ്സാം കാലത്ത്. പിന്നെ ഈ ബിസിനസ്സാണ് നിന്നെ പിന്നോട്ട് വലിക്കുന്നതെങ്കിൽ ഇതെല്ലാം വിൽക്കാനും ഞാൻ ഒരുക്കമാണ്. എനിക്ക് ഇനി വേണ്ടത് നിന്റെ സന്തോഷത്തോടുള്ള ജീവിതമാണ്, അല്ലാതെ ഈ കാണുന്ന സ്വത്തോ പ്രതാപമോ ഒന്നുമല്ല. ചന്ദ്രശേഖരൻ വിഷമത്തോടു കൂടി ഗായത്രിയോട് പറഞ്ഞു. അച്ഛൻ എന്താ പറയുന്നത്? അവനെ പേടിച്ചിട്ട് അച്ഛൻ ഇത്ര നാൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയതെല്ലാം നഷ്ടപ്പെടുത്തണം എന്നോ? ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് നിന്റെ സന്തോഷം വലുത്. എനിക്ക് നീയേ ഉള്ളൂ, ചന്ദ്രശേഖരൻ പറഞ്ഞു. അല്ല, ഒന്ന് ചോദിച്ചോട്ടെ, ഇതൊക്കെ കളഞ്ഞിട്ട് പോയാൽ സന്തോഷം ഉണ്ടാവോ? അത് സംശയമാണ്. ഇല്ലെങ്കിൽ ഞാൻ വേറൊരു വഴി പറയട്ടെ. നീ വേറൊരു ജീവിതം തിരഞ്ഞെടുക്കണം. ചന്ദ്രശേഖരൻ അത് പറഞ്ഞതും ഗായത്രി സംശയത്തോടുകൂടി ചന്ദ്രശേഖരൻ നോക്കി. അച്ഛാ, എന്താ പറഞ്ഞത്? എനിക്ക് മനസ്സിലായില്ലല്ലോ. മനസ്സിലാക്കാൻ വലിയ കാര്യമൊന്നുമില്ല. നീ വേറൊരു വിവാഹം കഴിക്കണം എന്ന് തന്നെ. എനിക്ക് വയ്യ ഇനിയും ഒറ്റയ്ക്കുള്ള നിന്റെ ഈ സങ്കടം കാണാൻ. നീ ശിവമോളെ എന്തായാലും മാറ്റാൻ തീരുമാനിച്ചില്ലേ? അത് നിനക്ക് താങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നീ മറ്റൊരു വിവാഹം കഴിക്കണം. ചന്ദ്രശേഖരൻ പറഞ്ഞു തീർത്തതും ഗായത്രി ഒറ്റവാക്കിൽ പറഞ്ഞു. എന്നെക്കൊണ്ട് പറ്റില്ല. ഇനിയും കല്യാണം എന്ന കെണിയിൽ വീഴാൻ ഞാൻ തയ്യാറല്ല എന്ന്. നിന്റെ ഈ തീരുമാനം ഉറച്ചതാണോ? ഗായത്രി പറഞ്ഞത് കേട്ടതും ചന്ദ്രശേഖരൻ ചോദിച്ചു. അതെ, ഉറച്ചതാ. എന്നാലേ നീ തയ്യാറായിക്കോ. ഇതെല്ലാം വിറ്റിട്ട് നമ്മൾ പോവുകയാണ്. അച്ഛാ, അത് തർക്കം വേണ്ട. നീ ഒന്ന് ആലോചിക്ക്. കല്യാണമാണോ ഇവിടെ വിട്ട് പോകുന്നതാണോ നിനക്ക് നല്ലതെന്ന്? പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം. വിവാഹം നടത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നത് കണ്ണീ കണ്ടവരായിട്ടൊന്നുമല്ല. നിന്നെ സ്നേഹിക്കുന്ന, നിന്റെ കൂടെ നിൽക്കുമെന്ന് ഉറപ്പുള്ള ഒരാളായിട്ടാണ്. ആ ആളെ നിനക്കറിയും, രുദ്രൻ. രുദ്രൻ്റെ പേര് കേട്ടതും ഗായത്രി ഞെട്ടി വിശ്വസിക്കാനാകാതെ ചന്ദ്രശേഖരനെ നോക്കി. അച്ഛാ, നിനക്കിനി ശിവമോളില്ലാതെ പറ്റില്ലെന്ന് എനിക്കറിയാം. അതുപോലെ ശിവമോൾക്കും നിന്റെ സാന്നിധ്യം ആവശ്യമാണ്. അതുകൊണ്ടാ അച്ഛൻ പറയുന്നത്. മോള് മനസ്സിലാക്ക്. അച്ഛൻ, പക്ഷേ നിന്റെ മനസ്സിലുള്ളത് എന്താണെന്നൊക്കെ എനിക്കറിയാം. രുദ്രൻ നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നിനക്ക് ഒന്നും പറ്റില്ല മോളെ. നിങ്ങളെ രണ്ടാളും ഒരുമിച്ച് നിന്നാൽ അവനെ എതിർക്കാനും പറ്റും. അതുപോലെ ശിവമോൾക്കും നിങ്ങൾ ഒരുമിച്ച് കഴിയുന്നത് നല്ലതാണ്. അച്ഛൻ്റെയും അമ്മയുടെയും സാന്നിധ്യം ഒരുമിച്ച് ആ കുഞ്ഞിന് കിട്ടും. എത്ര നാൾ നീ ശിവമോളെ മാറ്റി നിർത്തി ഇങ്ങനെ സ്നേഹിക്കും? അമ്മ അടുത്തില്ലാത്തതിൻ്റെ വിഷമം നീ അറിഞ്ഞിട്ടില്ലേ? ഒരു പരിധിവരെ കല്യാണി അമ്മയ്ക്ക് അത് മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. എങ്കിലും നീ പലപ്പോഴും
വിഷമിച്ചിട്ടില്ലേ? ശിവമോളുടെ കൂടെ ആരുമില്ല. അങ്ങനെ അവളുടെ മനസ്സിൽ അമ്മ എന്ന സ്ഥാനം ഇപ്പോൾ നിനക്കാ. നീ ആലോചിച്ച് തീരുമാനിക്ക്, ആ കുഞ്ഞിന് വേണ്ടിയിട്ടെങ്കിലും. അച്ഛൻ എന്തൊക്കെയാ പറയുന്നേ? ഞാൻ സമ്മതിച്ചാലും രുദ്രൻ സമ്മതിച്ചില്ലെങ്കിലോ? വെറുതെ നാണം കെടും അച്ഛാ. രുദ്രൻ സമ്മതിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അവൻ സമ്മതിച്ചില്ലേ വേറെ ഒരു വഴി എന്തായാലും നമ്മുടെ മുമ്പിൽ തെളിയാതിരിക്കില്ല. മോള് എന്തായാലും ആലോചിച്ചിട്ട് ഒരു തീരുമാനം എടുക്കും. നല്ലൊരു തീരുമാനം തന്നെ മോളെടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ചന്ദ്രശേഖരൻ പറഞ്ഞു തീർന്നതും ഗായത്രി അയാളെ ഒന്ന് നോക്കിയിട്ട് മുറിയിലേക്ക് പോയി. അച്ഛൻ എന്താ എൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കാത്തത്? ജീവിതമോ ഒരു കല്യാണമോ എൻ്റെ മനസ്സിലില്ല. എങ്ങനെങ്കിലും അവനെ നശിപ്പിക്കണം. എൻ്റെ കുഞ്ഞ് എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടപ്പോൾ ഞാൻ എത്ര വേദനിച്ചുവോ അത്രമാത്രം അവനെ വേദനിപ്പിക്കണം. അവൻ്റെ സർവ്വ സ്വത്തും നശിപ്പിച്ച് ഒന്നുമില്ലാത്തവനാക്കിയിട്ട് ഇവിടെ അവൻ നരക ജീവിതം ജീവിക്കുന്നത് എനിക്ക് കാണണം. അവനെതിരെ ഞാൻ പോരാടുമ്പോൾ ശിവമോൾക്ക് ഒന്നും സംഭവിക്കരുത് എന്നതുകൊണ്ടാണ് അവളെ മാറ്റാൻ ഞാൻ തീരുമാനമെടുത്തേ. ഇപ്പൊ ആകെ പ്രതിസന്ധിയിലായ ഗായത്രി ഇതെല്ലാം ആലോചിച്ച് എന്താ ചെയ്യുക? അവള് പ്രഗ്നൻ്റ് ആയിരിക്കുന്നപ്പോൾ എടുത്ത ഫോട്ടോസും അതിൻ്റെ കൂടെ ശിവമോളുടെ ഒപ്പം എടുത്ത ഫോട്ടോസും എല്ലാം നോക്കി. പൊന്നെ, അമ്മയുടെ ചക്കരനെ അമ്മയിൽ നിന്ന് പറിച്ചു മാറ്റുക എന്നത് അച്ഛൻ പറഞ്ഞ പോലെ പ്രയാസമുള്ള കാര്യം തന്നെയാണ്. പക്ഷെ ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ എനിക്കെൻ്റെ കുഞ്ഞിനെ നഷ്ടമാവും. ഞാൻ കാരണം രുദ്രൻ കൂടി ആപത്താവും. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ എന്താ ചെയ്യാന്ന് അറിയുന്നില്ല. അച്ഛൻ പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടക്കൂല. തൽക്കാലം അച്ഛന് വേണ്ടി സമ്മതിക്കാലേ. എന്തായാലും അച്ഛൻ എന്നെ ഫോഴ്സ് ചെയ്യണ പോലെ രുദ്രനെ ഫോഴ്സ് ചെയ്യാൻ കഴിയില്ല. കല്യാണമ്മ പറഞ്ഞതനുസരിച്ച് രുദ്രൻ്റെ മുന്നത്തെ വിവാഹം ജീവിതവും നല്ല രീതിയിലായിരുന്നില്ലല്ലോ. അതുകൊണ്ട് രുദ്രൻ ഒരിക്കലും ഈ കല്യാണത്തിന് സമ്മതിക്കില്ല. ഗായത്രി ആ ഫോട്ടോസ് നോക്കി പറഞ്ഞു. എന്തായാലും അമ്മയുടെ മോളെ അമ്മ ഒരിക്കലും വിട്ടുകളയില്ല. അതിന് രുദ്രൻ്റെ കല്യാണം കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നും നീ എൻ്റെ മോള എന്ന് പറഞ്ഞ് വാവയുടെ ഫോട്ടോയിൽ ഉരുമ്മ കൊടുത്തു ഗായത്രി. ബാക്കി എന്തെന്ന് നമുക്ക് അടുത്ത പാട്ടിൽ കാണാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്.